മിസ്റ്ററി ബോക്സ്. മിസ്റ്ററി ബോക്സ് ചാലഞ്ചാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കുറച്ച് നേരം സമയം വിട്ടുപോയത് നമ്മളെ ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാനൊരു ക്യാമറ ഓണാക്കി ഓടി വന്നതാണ്. കുറച്ച് പാടെടുത്തില്ല. അപ്പൊ നമുക്ക് ക്യാമറ ഓഫ് ആക്കാം. മിസ്റ്ററി ബോക്സിന് പെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ സാധനം കൊണ്ടേക്കാം. ലച്ചു നിൽക്കാണ്. അപ്പൊ നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് കാണാം. അപ്പൊ ഗൈസ് ഞാന് കാണില്ല, ഇതാണ് കൊണ്ടേക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കൊണ്ടേക്കോൾ കണ്ണുകൂട്ടി വെച്ചുണ്ട് കേട്ടോ. ചുമ്മാ പേടിയുണ്ട്. കണ്ണാർന്നോ? അല്ല തൊട്ട് നോക്ക്. ഇത്തിരി പേടിച്ചിട്ടൊക്കെ തൊട്ടോ. ചാർജറോ? അതിനൊരു സാധനം പറയും, പി വെച്ചിട്ടാ. പ്ലഗ്. അപ്പോൾ ആൻസർ കറക്റ്റ് ആയിട്ട്. ഒരു മിനിറ്റ് ഗൈസ്, ഇപ്പൊ വരാം. ഒന്ന് ക്യാമറ ഓഫ് ആക്കിയാ. അപ്പൊ ഗൈസ് ഈ ഒരു സാധനം ഞാൻ പറയാൻ മറന്നുപോയാണ്. ഇതിങ്ങനെ സ്പ്രേ ആയിരിക്കും. കള്ളത്തിൽ തെറ്റുത്തരം പറയുന്നവർക്ക് ഈ സ്പ്രേ കൊണ്ട് കുറേ ഇങ്ങനെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വിച്ച് നിൽക്കാൻ പോകുന്നു. ഞാൻ സാധനം വെക്കും. അപ്പോൾ ഗൈസ് ഞാൻ വെക്കാൻ പോകുന്നത് ഇതാണ്. അപ്പം നമുക്ക് റിച്ചുവിന് കൊടുക്കാൻ കറക്റ്റ് ഉത്തരം പറയണം കേട്ടോ. ഞാനാ അതാ ഉരുണ്ട് പോണാ. ഉരുണ്ടല്ല, സോറി, ഞാനതായി പോയി. കുറച്ച് ബാക്കോട്ടാട്ടുള്ളത്. ബാക്കോട്ട് ഇതൊന്നും പ്രശ്നട്ടോ. അത് മറ്റേ ഫെവിക്കോളാ. ശരിക്കും പേര് പറയുന്നല്ല. ഈ പറയുന്നത് ഫെവിയാണ്. ഫെവി ക്വിക്കോ, ഫെവി സ്റ്റിക്ക്. ആ അപ്പുണ്ടല്ലോ, വെച്ച ആൾക്ക് കൊടുക്കണ്ടേ? ശരി ഉത്തരം പറയുമ്പോ എന്നാ അങ്ങനെ ചെയ്യാം. എനിക്കിതാ ലക്ഷ്മിട്ട് അതെന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അരി കൊടുത്ത് കണ്ടില്ലേ? നല്ല സുഖമുണ്ട് തോന്നുന്നു. കുറച്ചേരം അടിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ആരെ വെക്കുന്നേ? ലക്ഷ്യം വെക്കല്ലേ? അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ ഗൈസ് ഇതാണ് ഞാൻ വെക്കണത്. ഓക്കെ, ഞാൻ തൊടട്ടെ? കണ്ണോ? എനിക്ക് മനസ്സിലായത് എന്താണ്? നോട്ട്ബുക്ക് അല്ലേ? നോട്ട് പാഡ് ചെറുതല്ലേ? കണ്ടാ മനസ്സിലാവും, അല്ല തൊട്ടാ മനസ്സിലാവും. അപ്പൊ ഗൈസ് അടുത്തത് ഞാനിതാണ്. ഇത് സീനാവേ. ഓക്കെ, ബാക്കോട്ടാണ് ഇത് നിൽക്കുന്നത്. എന്താ എവിടെയാ പോണേ? നടന്നു പോണേ. തണുത്തിട്ടാ നാരങ്ങ കാരിയിൽ കൊണ്ടേ വെക്ക. ഫ്രിഡ്ജിന്റെ അകത്ത് ആളെ അമ്മ ചീത്തറിയില്ലേ? ഉറപ്പാണോ? അടുത്തോ? ഫ്രിഡ്ജിൽ ചെറുനാരങ്ങ വെക്കുവല്ലേ? പിന്നെ കണ്ണാക്കി ഞാൻ കണ്ടാലും അടുത്ത റൗണ്ട് പോവാം. അപ്പൊ നമ്മൾ കൊടുക്കാൻ ഇതെന്ത് സിമ്പിളാട്ടോ. എല്ലോ കൊടുക്കേ.
5 6 നമുക്ക് അടുത്ത റൗണ്ട് പോവാ. ഗൈസ് ഞാൻ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ, ഇതാണ് ഇതൊരു സംഭവം. 1 മിനിറ്റ്, ഇതിങ്ങനെയാണ്. ഞാനിവിടുന്ന് കട്ട പൊട്ടിച്ചതാ. എന്തായാലും ജീവനുള്ള കൊണ്ടുവരില്ല. ജീവൻ അങ്ങനെ കൊണ്ടുവരാൻ പാമ്പൊന്നല്ല, ഇത് വലിയ സാധനം. എടി അതൊന്നുമില്ലടി, നല്ലോണം ഞാൻ പ്രസ് ചെയ്തോ. ചത്തോണ്ട് നല്ലോണം പ്രസ് ചെയ്യാൻ പാടില്ല. നല്ലോണം പ്രസ് ചെയ്യാൻ പാടില്ല. നല്ലോണം പ്രസ് ചെയ്ത കുഴപ്പം. നല്ലോണം പ്രസ് ചെയ്യല്ലേ. എനിക്ക് ചെറുതായിട്ടൊരു പിടി കിട്ടിക്കണെങ്കിൽ ആ സാധനം ലൈറ്റ് എനിക്കറിയാം. ഇത് മറ്റേ തലേ വെക്കുന്ന പൂവുള്ള അതല്ലേ അങ്ങനെ പറഞ്ഞില്ലേ ലൈറ്റ് എത്തുന്നേ. ഇതല്ലേ കട്ട പൊട്ടിച്ചേ. ഫസ്റ്റ് നോക്കുന്നത് ഇങ്ങനെ തൊടുമ്പോ പേടിയായി പോയി. ഞാൻ വിചാരിച്ച സെക്കൻഡ് 2 3 4 5 6 ഇവരൊക്കെ ഞാൻ കുറച്ചേ അടിച്ചുള്ളൂ. പറയല്ലേ ഗൈസ്, ഞാൻ വെക്കാൻ പോകുന്നത് ഇതിനെയാണ്. എനിക്ക് പേടിയായിട്ട് അത് ചെയ്യാൻ പോട്ടെ. നോക്കട്ടെ ഒരു മിനിറ്റ്. ഈ ഏത് ഭാഗത്ത് കൂടി ഇടാമെന്ന് പറയും. സൈഡ് പറയും, ഒരു സൈഡ് പറയും. ഏത് ഭാഗത്ത് കൂടി ഇടണം? ഈ കൈ ഒരു ഭാഗത്ത് ഇടണം. ഇതിൽ ഈ 2 ഭാഗത്ത് ഇട്ടോ. പക്ഷെ ഏത് ഭാഗം എനിക്ക് എയിമ ഏത് ഭാഗം? പിന്നെ നോക്കല്ലേ, നോക്കരുത്. പെട്ടിയിലേക്ക് നോക്കരുത്. വെച്ചാല് കുറച്ച് വെപ്പും കൂടി ഇതൊരു ചെടിയാണ്. മറ്റേ ഇതാണ് പേര് പറയണം. ഇതൊരു മാനാണ്. തുള്ളി തുള്ളി തുള്ളിക്കുന്ന പോലെ മാനാണ്. ഗൈസ് ഞാൻ വെക്കാൻ പോകുന്നത് ഇതാണ് ഗൈസ്. തൊടല്ലേ, ഞാൻ ആദ്യത്തെ വെച്ച് ഒരു മിനിറ്റ്. ഇതൊക്കെ വെള്ളം കിട്ടു. ഫോണ് വാങ്ങിച്ചോ വാങ്ങിക്കൂട്ട്. ഞാൻ എനിക്ക് താല്പര്യം 1 2 3 4 5 6 7 8 9 10 കുളിച്ചില്ലേ? അടുത്ത അപ്പൊ അടുത്തത് ഞാൻ ഇങ്ങനെയാണ് വെക്കാൻ പോണത്. ഇത് കുറച്ച് കോമഡിയാ. പോയി
ശ്രദ്ധയോടെ വേണം. ഓള് അടുക്കളയത്ത് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പാത്രം അടി ഇവിടെ വെച്ച് അടുത്തൊരു മിനിറ്റ് ക്യാമറ ഇതാണോ മനസ്സിലായി. മറ്റേ പെയിന്റ് ബ്രഷും പെയിന്റും ഈ മൊയിന്റെ ഒക്കെ ഈ പെയിന്റ് ബ്രഷ് വെക്കേണ്ടിയിരുന്നു. ഇതൊന്നും നോക്ക് മനസ്സിലായില്ല. ഇല്ലല്ലോ, ഞാൻ അത് വെച്ച് ഐഷാഡോന്നുണ്ട്. വേഗം അടിക്കണം, സമയം കൂടുതലാവുന്നുണ്ട്. അടുത്തത് ഗൈസ് ഞാൻ വെക്കാൻ പോണത് ഇതാണ്. വെച്ചോ, ഞാൻ ഉണ്ടോന്നെ ബേബി സ്റ്റിക്ക് അല്ലേ? ഞാൻ തുറന്നു പോയി. അപ്പൊ അവർക്ക് ലാസ്റ്റ് റിച്ചുവിൻ്റെതാണ്. അപ്പൊ ഗൈസ് ഇത് ഞാൻ തലത്തിലായിപ്പോയി. ഇതാണ് ഞാൻ കൊടുക്കുന്ന സാധനം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കീച്ചേൻ്റെ വെച്ച അത് മറ്റേ ക്യാമറ അല്ലേ? ഇത് കീലിങ്ങനെ ഒച്ചയായിട്ട് പോലെ കാണാൻ കഴിയോ? ക്യാമറയിൽ പിടിക്കാൻ നോക്കാം. നമുക്ക് എന്താണെന്ന് അറിയില്ല. കാണണ്ടേ? ഇങ്ങോട്ട് വാ. ഇതാണ് നമ്മളെ റിച്ചുവിൻ്റെ സാധനം. ആ ലൈറ്റ് കത്തിയ വേറൊരു സംഭവം ഉണ്ട്. നമുക്ക് ലൈറ്റ് കത്തിച്ചിട്ട് നോക്കി നോക്ക്. ലൈറ്റ് കത്തിച്ചിട്ട് അതിന് നമ്മൾ നോക്കി നോക്ക്. അതിൻ്റെ ഉള്ളിലെ നോക്കി നോക്ക്. കണ്ടോ ക്യാമറയിൽ? അപ്പൊ ഗൈസ് ലൈറ്റ് അടിച്ച് നോക്കട്ടെ. ഗൈസ് ഇതാണ് ഞാൻ കൊടുക്കുന്നത്. മനസ്സിലാവും? കണ്ണാർന്നോ? അടുക്ക്. ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ട്രിക്കും കൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഇത് ടെസ്റ്റ് ഉണ്ടായിരുന്നു.
ഇനി നമുക്ക് 30 വട്ടം അല്ല പൊട്ടി പൊട്ടി ഞാൻ ഫസ്റ്റ് ലച്ചാണ് എൻ്റെ കൂട്ടയിൽ നിന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ എൻ്റെ ബാക്ക് പോയിരുന്നു. അപ്പോൾ അങ്ങനെ 30 വട്ടം എന്നെ എൻ്റെ മൂത്ത് വരയ്ക്കാനുള്ളൊരു സാധാരണ കൊടുക്കാനും ഈ മാറിട്ടോ ഇങ്ങോട്ട് ഒതുക്കി നിങ്ങൾക്ക് ഇവിടെ വെള്ളമായി കഴിഞ്ഞാൽ എനിക്ക് ചീത്തേക്കും. ഫസ്റ്റ് വെച്ചത് ഇവിടെ ഫസ്റ്റ് സമയം നമുക്ക് അടിക്കാം. ഐപാഡിൽ അനുസരിച്ച് പ്രതികാരം കൊടുക്കാമല്ലോ. നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞില്ലേ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അങ്ങനെ നമ്മൾ ലാസ്റ്റിലേക്ക് ഒരു തീരുമാനമാക്കാൻ പോവാണ്. സോറി മാറി മാറി ഇനി എൻ്റെ മുട്ടിൽ ഈ ഒരു 3 വട്ടാക്കിയത് അല്ല നമ്മൾ 5 റൗണ്ട് കഴിഞ്ഞോ 4 സാധനങ്ങളെ നമ്മൾ വെക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ 4 വട്ടം എൻ്റെ മുട്ട് വെച്ചു. പേഴ്സണലായിട്ട് ചെയ്യാറ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. This is Ritu.